കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുതലാണ് എന്ന നിലയിൽ അനാവശ്യ ഭീതി സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ മാസം മുതൽ തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഹോൾ ജീനോമിക് പരിശോധനയ്ക്ക് സാമ്പിളുകൾ അയച്ചുവരുന്നു. ഇതുവരെ ഒരു സാമ്പിളിൽ മാത്രമാണ് JN1 കണ്ടെത്തിയിട്ടുള്ളത്. പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ ഒരു സാമ്പിളാണ് തിരുവനന്തപുരത്ത് കരകുളത്തുള്ള 79 വയസ്സുള്ള വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് JN1 എന്ന കൊറോണ വൈറസിൻ്റെ ഒമിക്രോണിൻ്റെ ഉപവകഭേദം കണ്ടെത്തിയത്. അപ്പോൾ ഈ JN1 എന്ന ഉപവകഭേദം വ്യാപനശേഷി കൂടുതലുള്ളതാണ്, എന്നാൽ തീവ്രത കൂടുതലല്ല എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടതില്ല, എന്നാൽ ജാഗ്രത വേണം എന്നുള്ളത് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. സിംഗപ്പൂർ എയർപോർട്ട് സർവൈലൻസ് അവർ നടത്തുന്നു. ആഗോളതലത്തിൽ തന്നെ ചില ഇടങ്ങളിൽ ഈ JN1 ഉപവകഭേദമുണ്ട്. കോവിഡ് കേസിൽ ചെറിയ വർധനമൊക്കെ ചിലയിടത്ത് കാണുന്നുണ്ട്. അപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ സർവൈലൻസ് നടത്തുമ്പോൾ അവർ കണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള 15 ഇന്ത്യക്കാരെ അവർ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ 15 അല്ലാതെ കൂടുതൽ ആളുകളെ വിധേയമാക്കി. പക്ഷേ 15 പേർക്ക് JN1 ഈ ഉപവകഭേദം കൊണ്ടാണ്, അതാണ് അവരുടെ വൈറസ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ത്യയിലെ പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും കോവിഡ് വരാതിരിക്കാൻ കരുതൽ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു.